എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വേബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. അപ്പോൾ ഇന്ന് എന്താണ് സംസാരിക്കുന്നത്? നമ്മൾ ഒരു വലിയൊരു ടോപ്പിക്കാണ് ആക്ച്വലി. ലൈക്ക് ലോങ് റണ്ണിങ് ആയിട്ടുള്ള ആനിമീസ് ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് അല്ലാതെ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. സോ ലോങ് റണ്ണിങ് ആനിമേസ് ആക്ച്വലി ഡെഡ് ആവുകയാണോ അതോ ഇനിയും വരുമോ എന്നുള്ളതോ? ബോത്ത്. ഓക്കെ, ഓൾ റൈറ്റ്. പണ്ടിറങ്ങുന്ന ആനിമകൾ ഇപ്പം റോണി കെൻഷൻ, യു യു ഹാക്കുഷോ, ഡ്രാഗൺ ബോൾ, വൺ പീസ്, നറുട്ടോ എല്ലാം 500+ എപ്പിസോഡ്സോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 350, ബ്ലീച്ച് അറ്റ്ലീസ്റ്റ് 350+ എപ്പിസോഡ്സ് ഉള്ള ആനിമേസാണ്. ഇന്നത്തെ എത്ര ആനിമകൾ അറ്റ്ലീസ്റ്റ് 200 എപ്പിസോഡ് പ്ലസ് വരുന്നുണ്ട്? നോ, ഐ ഹാവൻ സീൻ മച്ച്. മിക്ക എപ്പിസോഡും ഒരു 12 മുതൽ 25 സ്വീറ്റ് സ്പോട്ടിൽ കിടന്ന് കളിച്ചിട്ട് സീസൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് പോവും. ഐ തിങ്ക് വൺ പീസും നറൂട്ടോ ഒക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നറൂട്ടോ വാസ് ഒരു ആർക്ക്, അതെ നറൂട്ടോ ഷിപ്പൂഡൻ വാസ് വൺ ആർക്ക്, അല്ലാതെ സീസൺസ് ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായോ? സാഗ ബേസ്ഡ് ആയിരുന്നു. എവർ തോട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയാന്നുള്ളത്? ഐ തിങ്ക് ആ ടൈമിൽ ടൈം വാസ് എ ബിഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഐ തിങ്ക് ഇത് സ്റ്റാർട്ടഡ് വിത്ത് ആനിമാക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇന്ത്യയിലും ബാക്കിയുള്ള കുറേ ആനിമെ ചാനൽസ് ഇൻ ജപ്പാനിലുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സീരിയൽ ഇറക്കുന്ന പോലെയാണ് ഇവർ ആനിമെ ഇറക്കിക്കൊണ്ടിരുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സാധനത്തിന് ആൻഡ് അവർ മാങ്ക ആണ് ആദ്യം ഇറക്കിയത്. അതിന് നമുക്കിനെ TV വന്നപ്പോഴത്തേക്കും ടെലിവിഷനിലോട്ട് ആക്കാമെന്ന് പറഞ്ഞുള്ള ഷിഫ്റ്റ് വന്നു. ടെലിവിഷനിലാക്കിയതിന് ശേഷം പിള്ളേർക്ക് കൺസെപ്ഷൻ കൂടിയപ്പോഴത്തേക്കും അത് എഴുതിപ്പോയി. ആൻഡ് ദർ വാസ് എ സ്റ്റോറി ഫസ്റ്റ്. ക്രിയേറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്തിട്ടല്ല. അതൊരു സാധനമുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു ആനിമെ ക്രിയേറ്റ് ചെയ്യാമെന്നും അവിടെ ഇല്ലായിരുന്നു. ദർ വാസ് സംബഡി ഹു വാസ് പാഷനറ്റ് അബൌട്ട് ബുക്സ്. എനിക്ക് എഴുതണം, എനിക്ക് കഥ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ തുടങ്ങിയ ഒരു സാധനത്തിനെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ സ്റ്റോറി എൻഡായപ്പോൾ അത് എൻഡായി. പക്ഷെ ആ ആൾക്ക് അത്രയും സ്റ്റോറി പറയാനുണ്ടായിരുന്നു ആ ടൈമിൽ. വേറെ സാധനം കൂടിയുണ്ട്, ഞാനൊരു പോയിന്റ് വിശേഷം. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇറങ്ങിയിരുന്നത് ഇന്നത്തെ മീഡിയ ഇതാണ്. ഇന്ന് ആൾക്കാർ 5 സെക്കൻഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ മൊബൈലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ TV, ഇതാണ് ആൾക്കാർ ഇന്ന് കാണാൻ വെക്കുന്ന ഒരു മാധ്യമം. ലൈക്ക് എ മീഡിയ ടു വാച്ച് ആനിമെ ഓർ എനിത്തിങ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ലൈക്ക് ഏത് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കാന്നില്ല, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് അന്നത്തെ കാലത്ത് വർക്ക് ചെയ്തിരുന്നത് TV മെത്തേഡിലാണ്. ലൈക്ക് TV ചാനലിൽ 302 അടിച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ വരും, അതിലുള്ള ഏതാണ് ചാനൽ അതിലൊരു പ്രോഗ്രാം ഓടും. ആ ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, വൺ പീസ് സീസൺ 1 12 എപ്പിസോഡ് മാത്രം ഒരു ചാനലിൽ ഓടുന്നത്. എത്ര എപ്പിസോഡ് പറഞ്ഞ നമ്പർ കേട്ടോ? 302. അല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇതിന് പറഞ്ഞാണ്. പണ്ട് കൊച്ചുകുട്ടീൻ്റെ നമ്പറായിരുന്നു. ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് എന്ത് ടിവിയുടെ നമ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് ഹുക്ക് വേണം. ലൈക്ക് ആൾക്കാർ 12 എപ്പിസോഡ് തന്നെ നിർത്തും. അന്ന് പറഞ്ഞാൽ ഡെയിലി ഈ ആൾക്കാർ ടിവിയുടെ മുമ്പിൽ വരണം. അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ഇറങ്ങുന്നൊരു ആനിമ എന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം ആൾക്കാർ ആ ടിവിയുടെ മുമ്പിൽ അത് കാണാൻ വേണ്ടി ഇരിക്കണം. ജസ്റ്റ് 12 ദിവസത്തിന് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഐ വോണ്ട് ടു ഡിസഗ്രി വിത്ത് യു ഹിയർ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എൻ ആനിമെ കോൾഡ് ടവർ ഓഫ് ഡ്രുവാഗ. ടവർ ഓഫ് ഡ്രുവാഗ എന്ന് പറയുന്ന എപ്പിസോഡ് വാസ് ജസ്റ്റ് 25 to 30 എപ്പിസോഡ്സ്. ആ ടൈമിൽ അവരാകെ 2 സീസണേ ഇറക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരുപാട് ആനിമേസ് ആ സമയത്ത് ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ഡിഫറൻസ് വാസ് അത് TV തന്നെയാണ് എയർ ചെയ്തുകൊണ്ടിരുന്നത്. ഐ ഡോണ്ട് തിങ്ക് ടവർ ഓഫ് ഡ്രുവാഗ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആനിമേസ് ഇതിനെ പറ്റി ഇടാട്ടൻ ജമ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിലും നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം എനിക്ക് തോന്നുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അത്രയും വിഷൻ കണ്ട് ഒരു സ്റ്റോറിയിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല ആൾക്കാർക്ക്. പണ്ട് വൺ പീസ് ഇറങ്ങിക്കൊണ്ടിരുന്ന സമയം വൺ പീസിന് ഡൗൺഫാൾസ് ഉണ്ട്. സ്കൈപ്പിയ, ജയാർക്ക്, അത് കഴിഞ്ഞിട്ട് ഫിഷ്മാൻ. അപ്പോഴും അതേസമയം എന്നിട്ടും അത് തിരിച്ച് റീഗെയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കൺസ്യൂം ചെയ്യാനുള്ള കണ്ടൻറ്റുകളുടെ കണ്ടൻറ്റേഴ്സിൻ്റെ
കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണത്തിൽ കുറവാണ്. അപ്പോഴതുകൊണ്ട് തന്നെ ഒരു ഡൗൺഫാളിൽ നിന്ന് അവർക്ക് കയറാൻ എളുപ്പമാണ്. കാരണം തിരിച്ചവർ തന്നെ ഇവിടെ തന്നെ വരും, വേറെ എവിടെ പോകാനാ എന്നുള്ളത് എഴുത്തുകാരനും അറിയാം, ആനിമേഷൻ ചെയ്യുന്നവർക്കും അറിയാം. അപ്പോഴവർക്ക് ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് ഒരു ആനിമേഷനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ റെഡിയാണ്. ഒരു ഡൗൺഫാൾ വന്നാലും കുഴപ്പമില്ല, റീഗെയിൻ ചെയ്യാം. ഈവൻ വൺ പീസ് ആണെങ്കിലും വൺ പീസ് ഈസ് നോട്ട് സപ്പോസ് ടു ബി എ 1200+ ആനിമെ. അത് സ്കൈപ്പിയാർക്ക് വെച്ച് നിർത്താൻ വേണ്ടി തുടങ്ങിയ ഒരു ആനിമയാണ് വൺ പീസ് എന്ന് പറയുന്നത്. അതുവരെ ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള ആനിമെ, പിന്നീട് ഒരു ഇച്ചിരി കൂടി ടഫായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു സ്റ്റോറി, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബാക്ക് ബോണ്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് മാറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നിയെങ്കിലും അതിനകത്തോട്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു ആനിമേറ്ററിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ ഒരു ആനിമേറ്റർ, ഇപ്പം ബ്ലാക്ക് ക്ലോവർ നൗ ഇറ്റ്സ് ഗോയിങ് ടു എൻഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു എഴുത്തുകാരനെ തോന്നാണ് ഇത് കൊണ്ട് തീരെയാണ്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നിയിട്ട് പുള്ളിക്കാരൻ എഴുതുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ 2 തവണ ചിന്തിക്കും. കാരണം കോമ്പറ്റീറ്റേഴ്സ് ആർ സ്ട്രോങ്, കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടംമാരുണ്ട്. ഒരു ഡൗൺഫാളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്യുന്നത് വേസ്റ്റ് ആയി പോകും. സ്റ്റോറി സ്പോയിൽഡിനകത്ത് എൻഡ് ചെയ്യുകയോ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോഴതുകൊണ്ട് തന്നെ അതൊരു ഒരു ഡീമെറിറ്റ് ഉള്ളൊരു സാധനമാണ്, ഡിസഡ്വാൻറ്റേജ് ഉള്ളൊരു സാധനമാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ. പണ്ട് അങ്ങനെ ഒരു കൈ തൊട്ടാൽ പൊള്ളും എന്നുള്ളൊരു പേടിയില്ലാതെ അവർക്ക് ഇറക്കാൻ പറ്റുമായിരുന്നു. റിസ്ക് റിവാർഡ് റേഷ്യോ ഭയങ്കര കുറവായിരുന്നു പണ്ട്. അപ്പോഴും അത് മാത്രമല്ല, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആനിമെ എന്നുള്ളതിനേക്കാളും കൂടുതൽ ജപ്പാൻകാർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബുക്സിനാണ്. അത് സ്റ്റിൽ ഇപ്പോഴാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലുള്ള പല ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ജപ്പാനിൽ മാത്രം മെട്രോയ്ക്കകത്താണെങ്കിലും ബസ് സ്റ്റേഷൻസിനകത്താണെങ്കിലും ആൾക്കാരിരിക്കുമ്പോൾ അവരെ കൂടുതലും റീസെൻ്റായിട്ട് അതിന് ചേഞ്ച് വന്നെന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് കയ്യിൽ ബുക്കുമായിട്ട് മാങ്കകളുമായിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഷോണൻ ജംസുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അവര് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയക്കകത്ത് അവർക്ക് കറക്റ്റായിട്ട് ഇറക്കി വിട്ടാൽ മാത്രം മതി ആനിമെ എന്ന് പറയുന്നത്. ആനിമയുടെ ക്വാളിറ്റി ഈസ് അനദർ തിങ്. അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടില്ല അന്നത്തെ കാലത്ത്. നമുക്ക് വൺ പീസിന്റെ ഇനിഷ്യൽ അല്ല കൗബോയ് ബീബോപ്പ് ഈസ് ആക്ച്വലി ഗുഡ് ആനിമേഷൻ. അത് വൺ പീസിന്റെ ടൈമിന് ഇറങ്ങിയ ആനിമയാണ്. ബേബ്ലേഡ്, പോക്കിമോൺ. പക്ഷെ ഈ പറഞ്ഞ വൺ പീസ് എന്നാലും ആ ഒരു ബേസ് ആനിമേഷനകത്ത് സ്റ്റേ ചെയ്തുകൊണ്ട് അന്ന് ആനിമ ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഇവർ കോമ്പീറ്റ് ചെയ്യുന്ന അവരുടെ കണ്ടന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അധികം ഇല്ല. സോ അവർക്ക് മറ്റേ അവരുടെ ഒരു സേഫ് സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആനിമേഷൻ ഇറക്കിവിടാൻ പറ്റും. പക്ഷേ ഇന്നങ്ങനല്ല. ഇന്ന് കണ്ടന്റേഴ്സ് കൂടുതലാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണ കോമ്പറ്റീഷൻ അധികമാകുന്നതുകൊണ്ട് അതിനനുസരിച്ച് കളിച്ചേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ആരിയ്ക്കും ഇനി ഈ ജനറേഷനിൽ എത്ര പിള്ളേർ കമ്മിറ്റഡ് ആയിട്ട് നമ്മളെ പോലെ അടുത്ത 10-20 വർഷം ഇതിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്യും? നോ വേ, ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. ഇതിപ്പോ നമ്മൾ 5 മിനിറ്റ് മുമ്പ് കണ്ട സാധനം മറന്നു പോകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറന്നു പോകും. കാലഘട്ടമാണ്. അത് മാത്രമല്ല, കൺസ്യൂം ചെയ്യാൻ കണ്ടന്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പോഡ്കാസ്റ്റ് ഉണ്ട്, മൂവീസ് ഉണ്ട്, സീരീസ് ഉണ്ട്. ഒരു ലോങ് ടേം ആനിമയ്ക്ക് അവിടെ ഒരു സ്റ്റിക്കി ഫാക്ടർ ഇല്ലേ ഇപ്പം? യൂട്യൂബ്, സിനിമ, സീരീസ്, ആനിമെ, മാൻവ, മാങ്ക, ദോങ്കുവ, പിന്നെ മലയാളം മൂവീസ്, തമിഴ് മൂവീസ് എന്നും പറഞ്ഞ എന്ന് കണ്ടു തീർക്കാനാ? മറ്റേ ഇതില്ലെങ്കിൽ അടുത്തൊന്ന്. പണ്ട് ലോർഡ് ഓഫ് ദ റിങ്സും നമ്മളുടെ ഈ സ്റ്റാർ വാർസിന്റെ ഒക്കെ ഫിലിംസ് 1-2 മണിക്കൂർ 3 മണിക്കൂർ പോവും. നമ്മൾ ഇരുന്ന് കാണും. എന്തുകൊണ്ടാ? ബിക്കോസ് അതിലേക്ക് ആ ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇപ്പം അങ്ങനെ ഏതെങ്കിലും മൂവി ഇറങ്ങിയാൽ ജയിക്കുമോ? പൊട്ടിപ്പോവും. പണ്ട് ഈ പറഞ്ഞ കൊച്ചി ടി വിക്കകത്ത് ചില സിനിമകളൊക്കെ റിപ്പീറ്റഡ് വരുന്നത്, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ, എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. 6-7 തവണ കണ്ടിട്ടുണ്ട്. ഇപ്പം നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഒരു ചുമ്മാ ഒരു മൂവി ലൈക്ക് റാൻഡം ആയിട്ട് പിന്നെ ലാസ്റ്റ് കണ്ടത് എന്താ പറയുക, സൂപ്പർ ബാഡ് ആണ്.
എത്ര തവണ കാണുമോ നീ അത്? ഞാണെങ്കിൽ 1-2 വട്ടം കൂടി കാണും മാക്സിമം. ഞാനൊരു ഫിലിം ഒരു സമയത്തിൽ കൂടുതൽ ഇപ്പൊ കാണാറില്ല. പണ്ടാണെങ്കിൽ മൂവി വേറൊരു ഓപ്ഷൻ കാണത്തില്ലായിരുന്നോ? ഇല്ലാത്തത് കൊണ്ട് ഞാനത് പിന്നെ പിന്നെ ഇരുന്ന് കാണുമായിരുന്നു. കൊണ്ട് സപ്ലൈ കൂടി ഓപ്ഷൻസ് കൂടി. ഇപ്പം നമ്മൾ ഹോട്ട്സ്റ്റാറിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ടി വി കാണുന്ന പോലെയാ. ഒരു മൂവി കാണുമ്പോൾ എല്ലാ 10 മിനിറ്റ് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ 2 ബ്രേക്ക് 2 ആഡ്, എന്നിട്ടാണ് അടുത്തത്. അത് ഓബ്വിയസ്ലി സബ്സ്ക്രിപ്ഷൻ അപ്ഗ്രേഡ് ചെയ്ത് അതില്ലാത്തതേ നമ്മൾ ചൂസ് അല്ല, ചെയ്യുള്ളൂ. അത് നമ്മളെ കൊണ്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനോയിങ്ങായിട്ട് നമുക്ക് തോന്നുന്നു. അതെ, പണ്ട് ഒരു 2.5 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ വേറെ സൂര്യക്കകത്തോ ഒക്കെ പ്രീമിയർ ചെയ്യുമ്പോൾ അത് 5 മണിക്കൂറിലാണ് അത് പോകുന്നത്. സത്യം. 10 മിനിറ്റ് വിടുമ്പോൾ 10 മിനിറ്റ് ആയിട്ട് എല്ലാവരും ടി വിയുടെ ആ ബ്രേക്കിലാണ് പോയി മറ്റേ ഉള്ളിയൊക്കെ അരിഞ്ഞ് 1/2 മണിക്കൂർ ആഡ് ഓടിച്ചിട്ട് അവസാനം 2 മിനിറ്റ് ടൈം. നമുക്ക് ആ 2 മിനിറ്റ് അപ്പൊ നമുക്ക് സന്തോഷം. ഇപ്പൊ 2 മിനിറ്റ് ഉള്ള ആഡ് കാണാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. 30 സെക്കൻഡില് 1 മിനിറ്റിലുള്ള ആഡ്സ് ഒക്കെയാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇപ്പൊ ഭയങ്കര വലിയൊരു സംഭവമാണ്. എനിക്കിപ്പൊ കിട്ടണം. ഇപ്പൊ ഷോർട്ട് കണ്ടന്റ് കൂടുതൽ വന്നാൽ എല്ലാരും ഇപ്പൊ അതിന്റെ പറയാ. പിന്നെ നമ്മൾ പണ്ട് പഠനം കാണാൻ കേട്ടി ഇപ്പൊ എല്ലാരും 2x ഇട്ട് കാണുന്ന പരിപാടിയുണ്ട്. അതെ, മൂവീസ് 2x ഇട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സമ്മറി എടുക്കുവാടാ. ഒരു മൂവി കൊടുത്തിട്ട് അതിന്റെ സമ്മറി വായിക്കും ആൾക്കാർ, ഇതിലെന്താ നടന്നേന്ന്. അതിന് ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലവരോട് ഈ പടം കാണുന്ന പറയുമ്പോൾ അവരെന്താ പറയുന്നത്, ഞാൻ സമ്മറി കണ്ടിട്ടുണ്ട്, വേണ്ട. ആ മൂവി കാണുന്നതിന്റെ ഫീൽ എന്താന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഐ തിങ്ക് ഒരു കമ്മിറ്റഡ് ആയിട്ട് ഈ ജനറേഷനിൽ ഒരു ലോങ് ടേം ആനിമെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗഡ് ഇല്ല എന്നാണ് തോന്നുന്നത്. ക്രൗഡ് ഉണ്ട്, ലൈക്ക് ആൾക്കാർ ചെയ്യൂ. അതല്ലേ ക്രൗഡ് ഇല്ല എന്ന് പറഞ്ഞേ. ക്രൗഡ് അല്ല, ലൈക്ക് ഇങ്ങനത്തെ ഒരു പീപ്പിൾ വുഡ് ഡു ഇറ്റ്. ഇല്ല, അതും ചെയ്യത്തില്ല. അത്ര റിസ്കിൽ ഒരു സംഭവം ഒരാൾ എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഉറങ്ങരുത്. അല്ല, കിളിയില് സംസാരിക്കുക. അതുകൊണ്ട് പറമേക്കാവിലും പൂരം അങ്ങനെയല്ല, ഞാൻ ഇട ഷർട്ട് ഇറക്കുള്ളതാണ്. ഇറക്കത്തെ ഞാൻ സ്പീഡിലാ പോവാറ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പോൾ വൺ പീസിൻ്റെ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, വൺ പീസ് വിച്ച് സ്റ്റുഡിയോ റീആനിമേറ്റ് ചെയ്യാണ്. 60-100 എപ്പിസോഡുള്ള സാഗാസ് അവർ ഒരു 30 എപ്പിസോഡുള്ളത് ആർക്കുകളാക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. സി, അന്നത്തെ കാലത്ത് അത്രയും വലിച്ചു ആവശ്യമായിരുന്നു. 100-150 എപ്പിസോഡുള്ള ആർക്കുകൾ അമ്മര് 20-30 ഒക്കെ എപ്പിസോഡുള്ള ആർക്കുകളാക്കി മാറ്റുവാണ്. അതാണ് നീ സാഗന്നൊക്കെയാടാ പറഞ്ഞത്. ലൈക്ക് 300-200 എപ്പിസോഡ് ഉണ്ടായിരുന്ന സാഗാസ് എന്ന് പറയുമ്പോൾ ലൈക്ക് റൊമാൻസ് ഡൗൺ സാഗ, അല്ലാന്നുണ്ടെങ്കിൽ അലബാസ്ത സാഗാസ് അവര് ഒരു ആർക്കുകളാക്കാണ്. മനസ്സിലായല്ലോ, ആർക്കുകളാക്കണം. അങ്ങനെ തന്നെയാണ്. ഓക്കെ, സാഗാസ് ആണ് മുറിച്ച ആർക്കുകളാക്കണം. സാഗാസ് സീസൺ ആക്കണം. ഓക്കെ, കറക്റ്റാണ്. സോറി, കുറച്ച് വേർഡ്സ് ചേഞ്ച് ആയി പോയി, ക്ഷമിക്കുക. കഴിഞ്ഞറിയാൻ വേണ്ടി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനിയൊരു ലോങ് റൺ വീഡിയോ, ഒരു ആനിമെ വരുമെന്നുള്ളത് വിശ്വാസമില്ല. ജോജോസിന്റെ ക്രിയേറ്റർ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരും. അല്ല, അരാക്കി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കല്ലേ ബുക്ക് ആയിട്ട് എവിടെ വരെ പോകുന്ന ചത്തില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലുക്കീസും അങ്ങനെ പോകുന്നുണ്ട്, വരും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്തോ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതേപോലെ വൺ പീസ് പോലെയും അല്ലെങ്കിൽ നരുറ്റോയും ഡ്രാഗൺ ബോളൊക്കെ പോലെ ലോങ് റണ്ണിങ് ആയിട്ടുള്ള ആനിമെ ഇറക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കണ്ടൻറ് റെക്കമെൻഡേഷൻസും താഴെ തരിക. സോ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So that's it for the video. See you in the next video. Bye.